ഞാൻ അവനിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അവൻ്റെ ദേഷ്യമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് അവൻ. പക്ഷെ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവർക്ക് അറിയില്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് അവൻ എന്ത് പറയുന്നു എന്ന് അവൻ അറിയില്ല. അപ്പം നമ്മൾ അത്തരം വാക്കുകൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിനകത്ത് പറഞ്ഞു. അല്ലാതെ ഷാനൂന ആയിട്ട് ഞാൻ ഷാനവാസ് എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. അത് എനിക്കൊന്ന് ബിന്നിയുടെ കറക്റ്റ് സ്വഭാവം എന്താണ് അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ബിന്നി ഇങ്ങനെ പറയും, ക്ലാരിറ്റിയിൽ പറയും. പെൺകോന്തൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനും പെൺകോന്തനാണ്. ഞാനും എൻ്റെ ഫാമിലിയിലെ എല്ലാ ജോലിയും ചെയ്യുന്ന ആളാണ്. അന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഞാൻ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ചിക്കൻ മേടിച്ചുകൊണ്ടുവന്ന് ചിക്കൻ മൊത്തം എന്നെ കൊണ്ട് അവിടെ കഴിച്ച് അവിടെ മൊത്തം എന്നെ കൊണ്ട് തുളപ്പിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ഇത് ഞാൻ കാണുന്നത്. അപ്പോൾ പെൺകോന്തൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് ഞാൻ ഷാനുവിനൊന്നും പറഞ്ഞില്ല. ആ ഒരു ടെക്സ്റ്റ്, ആ ഒരു വാക്ക് ഈ പറയുന്ന പോലെ വീട്ടിലിരിക്കുന്നവർ അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ പോസ്റ്റ് മീൻസ് എൻ്റെ കമൻറ്റിനകത്ത് ഞാൻ പറഞ്ഞിരുന്നത്, നാളെയും നമ്മൾ ഇൻഡസ്ട്രിയിൽ കാണാനുള്ള ആൾക്കാരല്ലേ. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും കഴിയും. പിന്നെ എനിക്ക് തോന്നുന്നു അപ്പം അവൻ്റെ അടുത്ത് എന്തോ പറഞ്ഞപ്പോൾ പ്രകോപിപ്പിച്ചപ്പോൾ അവനും പറഞ്ഞു പോയതായിരിക്കാം. എന്നാലും നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അതിനകത്ത് ആ ഷോയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളിനെ അങ്ങനെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. പെൺകോന്തൻ എന്ന് പറയുന്നത് ഭയങ്കര ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്നുള്ള തീരുമാനമൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പെൺകോന്തൻ എന്നൊരു വാക്ക് കേട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമ്മളൊന്നും പെൺകോന്തൻ എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. പിന്നെ നമ്മളെല്ലാം പണ്ട് പെൺകോന്തൻ എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഭാര്യ പറയുന്നതെല്ലാം കേട്ട് ശമ്പളം മേടിച്ച് ഭാര്യയിലേക്ക് കൊണ്ടുകൊടുത്ത് ഭാര്യ ഭാര്യയുടെ താളത്തിനൊത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അതൊക്കെ മാറി ഇപ്പം നമ്മൾ ഇക്വാലിറ്റി, ആണിനും പെണ്ണിനും ഒരു തുല്യത വേണം. ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വൈഫിനോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല. അപ്പം നമ്മളെ വീട്ടിലൊരു കുഞ്ഞൊരു കടുക് മേടിക്കുകയാണെങ്കിൽ പോലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യാറ്. എല്ലാ ജോലിയും എനിക്കിപ്പോൾ പാചകം എനിക്കറിയില്ല, പക്ഷേ ഇനി ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പാചകം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഇതും ഞാൻ പാത്രങ്ങളല്ല വെസൽസ് എല്ലാം ഞാൻ കഴുകും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീടൊക്കെ വിറ്റുപോയി, കടം കയറി വിറ്റുപോയി, ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ അച്ചി വീട്ടിൽ ഉണ്ടിറങ്ങി എന്ന് പറയുമോ ഇന്നത്തെ കാലത്ത് അത് പറയില്ല. അപ്പം നമ്മൾ അത്തരം വാക്കുകൾ നമ്മൾ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിനകത്ത് പറഞ്ഞു. അല്ലാതെ ഷാനൂന ആയിട്ട് ഞാൻ ഷാനവാസ് എന്നൊരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. അവൻ എപ്പോഴും എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. ഇപ്പൊ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ കമന്റ് ഞാനത് എഴുതി ഞാൻ പോയി, ഞാൻ കമന്റ് ഒന്നും വായിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ കമന്റ് എഴുതുന്ന തെറിയുന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് കമന്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞ അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. നമ്മളൊരു കാര്യം പറയുക പോവുക. ഈ കമന്റ്സ് എഴുതുന്ന ആൾക്കാർ ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഈ അന്തം ഫാൻസ് ആയിരിക്കും. ഞാനിപ്പോൾ PR കൊടുത്തെന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഷാനവാസൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ ഈ കുറെ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഗെയിം ഷോയെ അങ്ങനെ കാണണം. ഈ കമന്റ്സ് എഴുതുന്നവരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഗെയിം ഷോയെ അങ്ങനെ കാണണം. നമുക്ക് നമ്മുടെ അഭിപ്രായം എടുത്തും പറഞ്ഞുവിടുന്നുണ്ടോ? നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. ബിന്നിയുണ്ട്, ഷാനവാസ് നല്ലൊരു ഫ്രണ്ടാണ്. അതെ. രണ്ടുപേരിൽ ആരെ അല്ല, ഞാൻ തീർച്ചയായിട്ടും തുറന്ന് പറയാം. നമുക്കിപ്പോൾ എനിക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബിന്നിയെ തന്നെ സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു സ്വഭാവമുണ്ട്. അത് നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സൗഹൃദം ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ സൗഹൃദം ഇല്ല. അപ്പം എൻ്റെ തൊട്ട് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഹീറോയിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഏകദേശം 3 വർഷം എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഷൂട്ടിംഗ് ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 500 ദിവസം ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ വെളുക്കുന്നവരെ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ആ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം പറയും ബിന്നി എന്ന് പറയും. കുങ്ങുപൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയും ഷാനവാസ് എന്ന് പറയും. ഈ ഇതിന് തൊട്ടുമുമ്പ് ഞാൻ ചെയ്ത മഴവിൽ മനോരമയുടെ വർക്കാണ് ജീവിതം നോവുക. അന്ന് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഞാൻ പറയും ജിഷിനാണ് എൻ്റെ അടുത്ത സുഹൃത്ത്. അങ്ങനെ ഉള്ളു സൗഹൃദം. ഇത് ആരൊക്കെ പറയുന്നു അവരൊക്കെ പറയുന്ന സൗഹൃദം അങ്ങനെയല്ല. ഉടനീളം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്തുള്ള സൗഹൃദം. ഞാനിപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് പുതിയ വർക്ക് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ വർക്കിൻ്റെ ഞാൻ വേറെ കമ്മിറ്റ് ചെയ്തെങ്കിൽ എൻ്റെ അടുത്ത സൗഹൃദങ്ങളായേനെ. അതിൽ നിന്നാണെങ്കിൽ ഒരാൾ ബിഗ് ബോസിൽ പോയെങ്കിൽ ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നമുക്ക് അങ്ങനത്തെ പിന്നെ ബിന്നിയും നൂബിനും രണ്ടുപേരും ആർട്ടിസ്റ്റാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പം നമ്മളൊരു ഗ്യാങ് ഓഫ് സുഹൃത്തുക്കളുണ്ട്. അതിനകത്ത് ദേവ, വിശ്വ എന്നൊക്കെ പറയുന്ന ഞങ്ങൾ കുറച്ച് ഞങ്ങൾ യൂട്യൂബ്സിൻ്റെയൊക്കെ കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നൂബിനുമായിട്ടൊക്കെ നിരന്തരം നമ്മൾ കാണുകയും സംസാരിക്കുകയും
മിക്കവാറും ഫോണിൽ കൂടെ സംസാരിക്കും. ഈ ബിഗ് ബോസിന്റെ കാര്യമല്ല, നമ്മൾ യൂട്യൂബിന്റെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഷോർട്ട് ഫിലിംസ് പോലത്തെ ഒരു 5 മിനിറ്റ്. അപ്പോൾ അതിന്റെ 2 നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ നിരന്തരം ചർച്ചകളുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഓഫ് കോഴ്സ് നൂബിൻ തന്നെയാണ്. ഇപ്പൊ ഈ ബിന്നി സംസാരിക്കുന്ന രീതിയാണല്ലോ അവിടെ. ആ. ഒരു 3 വർഷത്തായിട്ടുള്ള സൗഹൃദം ഉണ്ടെന്ന് ശരിക്കും അങ്ങനെ തന്നെയാണ് ശരിക്കും? 100% അങ്ങനെയാണ്. ഞാനും ബിന്നിയായിട്ട് ഇതിനേക്കാളും വലിയ വഴക്കുണ്ടായിട്ടുണ്ട്. ബിന്നി ഇതേപോലെ തന്നെ ഞാനുമായിട്ട് ലൊക്കേഷനിൽ അല്ലാതെ ഇതല്ല മാറിയിരുന്നൊന്നുമല്ല, ലൊക്കേഷനിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അവസാനം ഡയറക്ടറെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ സീരിയസ് ഇഷ്യൂ. അവിടെ ഓരോന്ന് പറഞ്ഞ് ഞാനൊന്ന് പറയും, പിന്നെ വേറെ ഒന്ന് പറയും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് അതൊരു പ്രശ്നമായി. നമ്മുടെ ലൊക്കേഷനിൽ മൊത്തം സംസാരമാവുന്ന രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതേ തനിപ്പകർപ്പ് തന്നെയാണ് ബിന്നിയുടെ അവിടെ കാണുന്നത്. പക്ഷെ ബിന്നി, ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു 3 വർഷം ഞങ്ങൾ അഭിനയിച്ചിട്ട് ഞങ്ങളൊരു 4-5 പ്രാവശ്യമാണ് ഞങ്ങൾ വഴക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുവന്ന് നോക്കിയാൽ 100 ദിവസത്തിനകത്ത് ബിന്നി അവിടെ നിന്നിട്ട് ബിന്നി എത്ര ദിവസം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്? 5-6 ദിവസമല്ലേ വഴക്കുണ്ടാക്കിയിട്ടുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ബിന്നിയുടെ കറക്റ്റ് സ്വഭാവം എന്താണ് അത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ബിന്നി ഇങ്ങനെ പറയും, ക്ലാരിറ്റിയിൽ പറയും. അവള് നല്ല ക്ലാരിറ്റിയിൽ, അവൾക്ക് നല്ല വിവരമുള്ള പെണ്ണ. അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയിൽ അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഷാനവാസും അതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഷാനുവിന്റെ ഞാൻ കുങ്കുമപ്പൂ ആണ് അവന്റെ ആദ്യത്തെ സീരിയൽ. ആദ്യം മുതൽ അവനെ കാണുമ്പോൾ ഞാൻ അവനിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് അവന്റെ ദേഷ്യമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് അവൻ. പക്ഷെ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ അവർക്ക് അറിയില്ല. ആ ദേഷ്യം വരുന്ന സമയത്ത് അവൻ എന്ത് പറയുന്നു എന്ന് അവൻ അറിയില്ല. അന്ന് ഞങ്ങളുടെ അഭിനയിച്ച നമ്മുടെ കോ ആർട്ടിസ്റ്റുകളടുത്ത് ചോദിച്ചാൽ തന്നെ അറിയാം, കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാം. അന്ന് ഫസ്റ്റ് സീരിയലാണെങ്കിൽ പോലും അവൻ ഭയങ്കര ദേഷ്യമാണ് അവൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷാനു ശരിക്കും പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒരു 5-ലോ അല്ലെങ്കിൽ വിന്നറോ ആവാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇപ്പം ഷാനു ആണെങ്കിലും ബിന്നി ആണെങ്കിലും അവിടെ നിൽക്കുന്ന എണ്ണപ്പെട്ട കുറേ ആൾക്കാർ. എനിക്ക് ഇവർ രണ്ടുപേരും കാര്യം ഇപ്പം ഓഫ് കോഴ്സ് അനുമോള്. അപ്പോൾ ആ സമയത്ത് ഇവൻ ഈ ആവശ്യമില്ലാത്ത സംസാരിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞ് ഔട്ടാവാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ 1 പറഞ്ഞ് 2 പറഞ്ഞ് തെറി വിളിക്കുന്നതിനേക്കാൾ ഇപ്പൊ ലാലേട്ടൻ അവനെ കറക്റ്റ് സമയത്താണ് അവനെ ഉപദേശിച്ചത്. ഇനിയിപ്പോ അവന്റെ മനസ്സിൽ കാണും. ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ചു, അപ്പം ലാലേട്ടൻ പറഞ്ഞല്ലോ അപ്പൂപ്പനും അമ്മൂമ്മ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവനെ ഇപ്പൊ കറക്റ്റ് ശാസിച്ചിരിക്കുക. ഇനി ഈ ശാസന കറക്റ്റ് ഒരു 4 വീക്ക് അവന് നിൽക്കും. അവനെ ഈ പറയുന്ന പോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഇഷ്യൂ ഉണ്ടായത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. ഷാനവാസിന് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അറ്റാക്ക് ഒക്കെ വന്നതെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഏത് കാലഘട്ടത്തിൽ? തൊട്ട് മുമ്പ് ഒരു 1-1.5 വർഷം മുമ്പ് ഇതേപോലെ തന്നെ ഏതോ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്ററുണ്ട് രാജേഷ് പുത്തമ്പരയില, പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു അറിവ് എനിക്കുള്ളൂ. അപ്പം ഇവരെന്തോ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ രാത്രി വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറ്റാക്ക് ആണെന്ന് അറിഞ്ഞതും അതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങിയെന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനെ ഒരു 1.5-2 വർഷം, എനിക്ക് 2 വർഷത്തിനകത്താവുമെന്ന് എൻ്റെ വിശ്വാസം.